പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മാതാവേ, അമ്മയുടെ വലിയ മാധ്യസ്ഥം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ദൈവം ഒരവസരം കൂടി തരുന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് നമ്മൾ. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ദേവാലയ നാശത്തെക്കുറിച്ചും യുഗാന്ത്യത്തെക്കുറിച്ചും കർത്താവ് വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തലുകളാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ വീണ്ടും ആ വചന ചിന്തകളുടെ തുടർച്ചയായിട്ട് 10 മുതലുള്ള വാക്യങ്ങൾ കാണാനായിട്ട് പോവാണ്. നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മറന്നുപോയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് കർത്താവ് പറയാണ് യുഗാന്ത്യത്തിൻ്റെയും ദേവാലയ നാശത്തിൻ്റെയും, ജെറുസലേം ദേവാലയത്തിൻ്റെ നാശം, ലോകത്തിൻ്റെ അവസാനം. അപ്പോൾ ഇതിൻ്റെ അടയാളങ്ങൾ, ഒന്നാമതായിട്ട് കർത്താവ് പറഞ്ഞ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. മിശിഹ ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അനേകർ പ്രത്യക്ഷപ്പെടും, അവരനേകരെ വഴിതെറ്റിക്കും. പിന്നെ കർത്താവ് പറയാണ് യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കും. പിന്നെ എന്താണ്? ഭൂകമ്പം, ക്ഷാമം, ഇതെല്ലായിടത്തും ഉണ്ടാവും. പിന്നീട് പെർസെക്യൂഷൻ ഉണ്ടാവും, പീഡനങ്ങളുണ്ടാവും. 3 തരത്തിലാണ് പീഡനങ്ങൾ. എവിടെയാണ്? ഒന്ന് റിലീജിയസ് ടോർച്ചറിങ്, റിലീജിയസ് പെർസെക്യൂഷൻ, 2 പൊളിറ്റിക്കൽ, 3 ഡൊമസ്റ്റിക്. അതായത് മതത്തിൽ നിന്ന്, പിന്നെ രാഷ്ട്രീയത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന്. അങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ 9-ാമത്തെ വാക്യം എങ്ങനെയാണ്? അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും, സിനഗോഗുകളിൽ വച്ച് നിങ്ങളെ പ്രഹരിക്കും, ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഓരോ പീഡനങ്ങളും എന്തിനുള്ള അവസരങ്ങളാണ്? സാക്ഷ്യം നൽകാനുള്ള അവസരമാണ്. അതായത് നമുക്കുണ്ടാവുന്ന യേശുവിൻ്റെ നാമത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഞാനത് വിശദീകരിച്ചതാണ്, പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് ഈ പീഡിപ്പിക്കപ്പെടുന്നത് മുഴുവൻ നമുക്ക് സാക്ഷ്യം നൽകാനുള്ള, നമ്മൾ എത്രമാത്രം കർത്താവിനോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും ദൈവവചനത്തിലും ശിഷ്യത്വത്തിലും വളർന്നു എന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള സമയമാണ് പെർസെക്യൂഷൻ്റെ സമയം. ഇനി നമുക്ക് 10-ാമത്തെ വാക്യത്തിലേക്ക് പോവാം. എന്നാൽ അതിനു മുമ്പ് ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മളിതിലെ ഓരോ വാക്യങ്ങളും എടുക്കുമ്പോൾ അതിനെ 2 തരത്തിൽ കാണണം. ഒന്ന്, ഈ വാക്യം എങ്ങനെയാണ് ജെറുസലേമിൻ്റെ നാശത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. 2, ഈ വചനം എങ്ങനെയാണ് യുഗാന്ത്യത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 2 തരത്തിലും നമ്മളിതിനെ ഓരോ വചനത്തെയും കണ്ടുപോകണം. അപ്പോൾ ഇവിടെ ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അത് ജെറുസലേമിൻ്റെ നാശവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ്? അതായത് ജെറുസലേമിൻ്റെ നാശത്തിന് മുമ്പായി റോമൻ എംപയർ മുഴുവൻ, റോമാ സാമ്രാജ്യം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കപ്പെടും. AD 70 മുമ്പ്, ജെറുസലേം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ്. അതാണ് എല്ലാ ജനതകളുമെന്ന് ആദ്യത്തെ അർത്ഥം എവിടാണ്? ജെറുസലേമിലെ, അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിലെ എല്ലാ ജനതകളോടും. ഇപ്പോൾ ജെറുസലേമിൻ്റെ നാശത്തിന് മുമ്പ് റോമാ സാമ്രാജ്യത്തിലെ എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നത് പൗലോസ് റോമിലെത്തി. 3-ാമത്തെ പ്രേക്ഷിത യാത്രയുടെ അവസാനം റോമിലെത്തി. റോമ വഴി സ്പെയിനിലേക്ക് പോകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ റോമാ സാമ്രാജ്യത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. അതാണ് ജെറുസലേമിൻ്റെ നാശവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അർത്ഥം. ഇനി യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തുള്ള എല്ലാ ജനതകളോടും യേശുവിൻ്റെ 2-ാം വരവിന് മുമ്പ് സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ 2-ാം വരവിനെ വൈകിപ്പിക്കുന്നത് ആരാണ്? സുവിശേഷ വേലയിൽ താല്പര്യമില്ലാത്ത വിശ്വാസികളാണ് യേശുവിൻ്റെ 2-ാം വരവിനെ വൈകിപ്പിക്കുന്നത്. കാരണം എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, എല്ലാ ജനതകളും സുവിശേഷം സ്വീകരിക്കണം എന്നല്ല, സുവിശേഷം അവരെ അറിയിക്കണം. ഇപ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരും, ഇപ്പോൾ ഇന്ത്യയിൽ ഇത്രയും ആളുകൾ ഉണ്ട്,
അത്രയും പേര് സുവിശേഷം നമ്മൾ പറഞ്ഞാൽ സുവിശേഷം സ്വീകരിക്കുമോ? അത് നമ്മുടെ ചോദ്യമല്ല, അത് നമ്മുടെ കൺസേൺ അല്ല. മറിച്ച് നമ്മുടെ കൺസേൺ എന്താണ്? നമ്മളെല്ലാ ജനതകളോടും സുവിശേഷം അറിയിച്ചോ? അതാണ് നമ്മുടെ കൺസേൺ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തുള്ള എല്ലാ ജനതകളോടും സുവിശേഷം പറയാനുള്ളൊരു ബാധ്യത വിശ്വാസികൾക്കുണ്ട്. ഇന്ത്യയിൽ ഒരാൾ സത്യം പറഞ്ഞാൽ ഒരു 4 പേരോട് 5 പേരോട് സുവിശേഷം പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാവരും സുവിശേഷം അറിയും. ഒരാളൊരു 5 പേരോട് സുവിശേഷം പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെ ലോകത്തുള്ള എല്ലാ ജനതകളെയും സുവിശേഷം അറിയിക്കുക എന്നത് അസാധ്യമായ ഒരു സംഗതി അല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ വാർത്താവിനിമയ മാധ്യമങ്ങളുടെ ഒരു ആനുകൂല്യം കണക്കിലെടുക്കുമ്പോൾ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് അത്ര വലിയ ഒരു ബാലികേറാമലയല്ല, ഒരു ഹെർക്കൂലിയൻ ടാസ്ക് അല്ല, മറിച്ച് എളുപ്പമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ പോലെയുള്ള സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ പ്രചാരമുള്ള ഒരു കാലത്ത് സുവിശേഷം അറിയിക്കുക ബുദ്ധിമുട്ടുള്ള ക്ലേശമുള്ള ഒരു കാര്യമല്ല. എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത വാക്യം 11, അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. അപ്പോൾ അടുത്ത പ്രശ്നം ഇതാണ്, നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും. നമ്മൾ ഈ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചില്ലേ? അത് ഒത്തിരി വരുന്നുണ്ട്. ഇപ്പോൾ പിതാവ് ഈശോയെ ഏൽപ്പിച്ചു കൊടുത്തു, ഈശോ തൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു, യൂദാസ് പട്ടാളക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു, പീലാത്തോസ് പട്ടാളക്കാർക്ക് കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് പറയാണ്, ഇതുപോലെ എന്നെ ഹാൻഡ് ഓവർ ചെയ്തതുപോലെ, ഞാൻ ഹാൻഡഡ് ഓവർ ചെയ്യപ്പെട്ടതുപോലെ നിങ്ങളും ഏൽപ്പിക്കപ്പെടും. അപ്പോൾ അത് എവിടൊക്കെയാണ്? വീട്ടിൽ, സഭയിൽ, സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ. അപ്പം അങ്ങനെ നമ്മൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ അടുത്തത്, അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് പറയും, എങ്ങനെ പറയും? അപ്പോൾ പറയുകയാണ്, നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുവിൻ, നിങ്ങളല്ല പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ശക്തമായ ഒരു റെഫറൻസ് ഇവിടാണ്. അത് പറഞ്ഞിരിക്കുന്നത് എന്ത് കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? പീഡാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പീഡാനുഭവങ്ങളുടെ കാലം വരുമ്പോൾ, യേശുവിൻ്റെ നാമത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് സഹായിക്കും. സത്യം പറഞ്ഞാൽ എന്തു വലിയ ഉറപ്പാണിത്. നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് പോലെ പീഡാനുഭവങ്ങളെ ഭയപ്പെടുന്നൊരു സഭയാണ് നമ്മൾ. നമുക്ക് പീഡാനുഭവങ്ങളെ പേടിയാണ്. ആര് നമ്മളെ പീഡിപ്പിക്കരുതെന്നാണ് നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല, ഞങ്ങളെപ്പോഴും കംഫർട്ടബിളായിട്ട് ജീവിക്കണം, ഞങ്ങൾക്കെപ്പോഴും കംഫർട്ട് സോണിൽ ഓപ്പറേറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ഈ സമൂഹത്തോട് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പീഡിപ്പിക്കപ്പെടുക എന്നത് ക്രിസ്ത്യാനിയുടെ തലവരെയാണ്. പീഡിപ്പിക്കപ്പെടാത്ത ഒരു സഭയില്ല, ഒരു സഭ ഒരിടത്തും ഉണ്ടായിട്ടില്ല പീഡിപ്പിക്കപ്പെടാത്തൊരു സഭ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്, അതായത് പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവത്തിൽ നിന്ന സഭയായിരുന്നു ആദിമസഭ. അനനിയാസും സഫീറയും ഒക്കെ പരിശുദ്ധാത്മാവിനെതിരെ ഒരു വഞ്ചന കാണിക്കുമ്പോൾ ഷോക്കടിച്ച് വീഴുന്നത് പോലെ പത്രോസിൻ്റെ കാൽച്ചുവട്ടിൽ മരിച്ചു വീഴത്തക്ക വിധം അതിശക്തമായ ഹൈ വോൾട്ടേജുള്ള സഭയായിരുന്നു ആദിമസഭ. പക്ഷെ ആ സഭയും പീഡിപ്പിക്കപ്പെട്ടു. അപ്പം അതുകൊണ്ട് സഭ അഭിഷേകത്തിൻ്റെ നിറവിലായാലും അഭിഷേകം പൂജ്യമായാലും സഭ പീഡിപ്പിക്കപ്പെടും. നമ്മൾ വിചാരിക്കരുത് നമുക്ക് സഭയിൽ എപ്പോഴും പീഡനങ്ങൾ ഉണ്ടാവുന്നത് സഭ ഒരുക്കമില്ലാത്ത സഭയായതുകൊണ്ടാണെന്ന് വിചാരിക്കരുത്. അപ്പസ്തോലിക സഭ സഭയുടെ ഏറ്റവും ഉദാത്തമായ മുഖം പ്രദർശിപ്പിച്ച സഭയായിരുന്നു അപ്പസ്തോലിക സഭ, ആദിമസഭ. ആ സഭ പീഡിപ്പിക്കപ്പെട്ടു. ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ കിരാതമായ പീഡാനുഭവങ്ങൾക്ക് അത് വിധേയമാക്കപ്പെട്ടു. അപ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് നമുക്ക് പീഡനങ്ങൾ ഉണ്ടാവില്ലെന്ന്. നമ്മൾ എത്രമാത്രം സഭ അഭിഷേകത്തിൻ്റെ നിറവിൽ വളർന്നാലും, സഭ എത്രമാത്രം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ
ആത്മീയമായി അണിഞ്ഞൊരുങ്ങിയാലും സഭയ്ക്ക് പീഡനം ഉണ്ടാവും. ഞാൻ എന്തിനത് പറയുന്നതെന്നറിയോ? നമുക്ക് പീഡനം ഉണ്ടാവരുതെന്ന് വാശി പിടിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഞങ്ങളെ ആരും പീഡിപ്പിക്കരുത്, ഞങ്ങളെ ആരും ഒന്നും പറയാൻ പാടില്ല, ഞങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല, ഞങ്ങളെ ആരും വിമർശിക്കാൻ പാടില്ല, ഞങ്ങളെ ആരും കുറ്റം വിധിക്കാൻ പാടില്ല, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ ആരും തൊടാൻ പാടില്ല, ഞങ്ങൾക്കെതിരെ ആരും ഒരു നിയമം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട്. അത് വചനവിരുദ്ധമായ ഒരു കൾച്ചറാണ് വളർന്നു വരുന്നത് എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പീഡാനുഭവങ്ങൾ ചോദിച്ചു വാങ്ങിക്കണമെന്നല്ല, എല്ലാ അനീതികൾക്കും നിന്നു കൊടുക്കണമെന്നുമല്ല. മറിച്ച് നമ്മുടെ തലയിൽ എവിടെയോ ഇങ്ങനൊരു സെൻസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഞങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മളങ്ങനെ ആരും തൊടാൻ പാടില്ലാത്ത വിശുദ്ധ പശുക്കളൊന്നും അല്ല. നമ്മളെ ആളുകൾ പീഡിപ്പിക്കും, കുറ്റം പറയും, അപവാദം പറയും, ശാരീരികമായിട്ട് ഉപദ്രവിക്കും, നമ്മുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കും, നമ്മുടെ ഇടപാടുകളെ ചോദ്യം ചെയ്യും, നമ്മുടെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തും. അതിനെന്ത്? നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? സംശുദ്ധമായ കരങ്ങളുള്ളവർക്ക് ആരെ ഭയപ്പെടണം? ആരെയാണ് പേടിക്കേണ്ടത്? അപ്പം അതുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കപ്പെടും എന്നത് സഭയുടെ തലവരെയാണ്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇപ്പം അറിയാതെ നമ്മുടെ ചുറ്റും ഒരു സംസ്കാരം ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. നമ്മളെ ഉപദ്രവിക്കും, നമ്മളെ കൊന്നുകളയും, നമ്മളെ പീഡിപ്പിക്കണം. പീഡിപ്പിക്കപ്പെടാത്ത ഒരു ദൈവജനത്തിൻ്റെ ചരിത്രം നിങ്ങൾക്ക് ബൈബിളിൽ എവിടെയെങ്കിലും വെച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു താളിൽ പീഡിപ്പിക്കപ്പെടാത്തൊരു ദൈവജനത്തെ ബൈബിളിൽ നിങ്ങൾ കണ്ടെത്തുമോ? ഇല്ല. നൂറ്റാണ്ടുകളായി പീഡിപ്പിക്കപ്പെട്ടൊരു ജനതയിലാണ് മിശിഹാവെന്ന് പിറന്നത് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് രക്ഷകനെ ജനഹൃദയങ്ങളിൽ അവതരിപ്പിക്കാൻ നിയോഗമുള്ളൊരു സമൂഹത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത തലവരെയാണ് പീഡാനുഭവങ്ങൾ എന്ന് മറക്കരുത്. ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ പിന്നെന്താ ധൈര്യം? ഞാൻ പറയുന്നത്, അപ്പം നമുക്ക് ധൈര്യം തരുന്നത് എന്താ? പേടിക്കണ്ട. തക്ക സമയത്ത് എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് പറഞ്ഞു തന്നോളും. ഹല്ലേലൂയാ. നമുക്കിത് പോരെ? നമുക്കിത് പോരെ? ഇത് പോരെ നമുക്ക്? നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഭയങ്ങളിൽ കഴിയുന്നത്, ആവശ്യമില്ലാത്ത ആധിയിൽ കഴിയുന്നത്? നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് സഹായകനായി തന്നിട്ടുണ്ട് എന്ന ഉറപ്പ് പോരെ ആര് പീഡിപ്പിച്ചാലും മുന്നോട്ട് പോകാൻ? ഹല്ലേലൂയാ. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണമെന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തോ അത് സംസാരിക്കുവിൻ. നിങ്ങളല്ല, പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക. അടുത്തത്, സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ്, നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഒറ്റുകാരായിട്ട് മാറും. സഹോദരൻ സഹോദരനെ, പിതാവ് പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെല്ലാവരും ദ്വേഷിക്കും. AD 64 നീറോ ചക്രവർത്തി മതമർദ്ദനം നടത്തിയപ്പോൾ ക്രിസ്ത്യാനികൾ തന്നെ ഒറ്റുകാരായി തീർന്നതിൻ്റെ ചരിത്രം ആദിമസഭയിലുണ്ട്. ക്രിസ്ത്യാനികൾ തന്നെ ഒറ്റുകാരായിട്ട് തീർന്നു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്പൈ വർക്ക് ചെയ്ത ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് സഹോദരൻ സഹോദരനെ എതിരായി വരും എന്നൊക്കെ ഈശോ പ്രവചിക്കുന്നത്. അത് പൂർത്തീകരിക്കുക. AD 64 നീറോയുടെ മതമർദ്ദന കാലത്ത് ക്രിസ്ത്യാനികൾ തന്നെ ഒറ്റുകാരായ ചരിത്രം ഉണ്ട്. ഇൻഫോർമൻസ് ആയിട്ട്, അതായത് ഈ ഇൻഫോർമൻസ് അല്ലേ, ഇങ്ങനെ വിളിച്ച് പറയത്തില്ലേ, ഇന്ന ആളുകൾ അവിടെയുണ്ട്, എങ്ങനെ പറയുന്നത്, ഇൻഫോർമൻസ് ആയിട്ട് ജോലി ചെയ്തതിൻ്റെ ചരിത്രമുണ്ട്. അപ്പോൾ എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. എൻ്റെ നാമത്തെ പ്രതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഇങ്ങനെ ഈ ഭൗതികമായ ഒരുപാട് കാര്യങ്ങളെ പ്രതി പീഡിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ച് അല്ല ഞാൻ പറയുന്നത്. ഈശോ പറയുന്നത് അതല്ല. മറിച്ച് സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ
നിങ്ങളെല്ലാവരും ദ്വേഷിക്കും. യേശുവിൻ്റെ നാമത്തെ പ്രതി ജീവിച്ചതിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും ദ്വേഷിക്കും. നിങ്ങൾ കുറച്ചുകൂടി ദൈവത്തെ അടുത്ത് അനുഗമിക്കാൻ തീരുമാനമെടുത്താൽ ആ നിമിഷം മുതൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. അതായി പറയുന്നത്, എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെല്ലാവരും ദ്വേഷിക്കും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അടുത്തത് 14-ാമത്തെ വാക്യം, വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം, നിൽക്കരുതാത്തടുത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ, യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. ദാനിയേലിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ വാക്യം. നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു. ഒരാഴ്ചത്തേക്ക് അവൻ പലരുമായി ശക്തമായ ഉടമ്പടി ഉണ്ടാക്കും. പകുതി ആഴ്ചത്തേക്ക് ബലിയും കാഴ്ചകളും അവൻ നിരോധിക്കും. ദേവാലയത്തിൻ്റെ ചിറകിന്മേൽ വിനാശകരമായ മ്ലേച്ഛത വരും. ദൈവമൊരുക്കിയ വിധി വിനാശകൻ്റെ മേൽ പതിക്കുന്നത് വരെ അതവിടെ നിൽക്കും. അപ്പോൾ ദാനിയേൽ പ്രവചിച്ച വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം, വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം. ഇനി 11-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം വായിച്ചേ. 11:31 വായിച്ചേ. അവൻ്റെ സൈന്യം വന്ന് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കുകയും നിരന്തര ദഹനബലി നിരോധിക്കുകയും ചെയ്യും. അവർ വിനാശത്തിൻ്റെ മ്ലേച്ഛ വിഗ്രഹം അവിടെ സ്ഥാപിക്കും. ഇനി 12:11 നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ 1290 ദിവസം ഉണ്ടാകും. ഇനി നമുക്ക് മർക്കോസിലേക്ക് തിരിച്ചു വരാം. മർക്കോസ് 13:14 വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം, നിൽക്കരുതാത്തടുത്ത്, അതായത് വിശുദ്ധ സ്ഥലത്ത്, ദേവാലയത്തിൽ. അപ്പോൾ ഇത് മനസ്സിലാക്കണം ശരിക്കും. ദാനിയേൽ പ്രവചിച്ചത് എന്തിനെക്കുറിച്ചാണ്, ആരെക്കുറിച്ചാണ്? അന്തിയോക്കസ് എപ്പിഫാനസ് എന്നു പേരുള്ള സെലൂഷ്യൻ രാജവംശത്തിലെ രാജാവ്. ആ രാജാവ് ഇസ്രായേലിൽ വന്ന് ദേവാലയത്തിനകത്ത് സേവൂസ് ദേവൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കും. അതാണ് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം, മ്ലേച്ഛത എന്ന് ദാനിയേൽ പ്രവചിച്ചത് അതാണ്. അതായത് ഗ്രീക്ക് രാജവംശത്തിൻ്റെ തുടർച്ചയായിട്ട് വന്ന അന്തിയോക്കസ് എപ്പിഫാനസ് യൂദയായിലെത്തി ദേവാലയത്തിനകത്ത് ഈ ഗ്രീക്ക് ദേവൻ്റെ വിഗ്രഹം സ്ഥാപിക്കും. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം. അപ്പോൾ ദാനിയേൽ പ്രവചിച്ചു, അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ദൈവം പ്രവചിച്ച ആ സാഹചര്യമായി. ഈശോ ഇതാണ് എടുത്ത്, ആ വാക്യമാണ് ഈശോ എടുത്ത് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ അർത്ഥം എന്താണ്? ഈശോ അത് പറയാൻ കാര്യം എന്താണ്? ദേവാലയത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെടും, അല്ലെങ്കിൽ ദേവാലയത്തിൽ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടും. അത് കാണുമ്പോൾ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം, നിൽക്കരുതാത്തടുത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. എന്തിനിത് പറയുന്നേ? അത് അടയാളമാണ്. എന്തിനുള്ള അടയാളം? നശിപ്പിക്കപ്പെടാൻ പോവാണ്, ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, അതിനുള്ള അടയാളമാണ്. ഈശോ ഇത് പറയുകയാണ്, വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത് നിങ്ങൾ കാണുമ്പോൾ അടയാളമാണ്. ഞാൻ നിങ്ങൾക്ക് മുന്നോട്ട് പറയുകയാണ്, അത് അടയാളമാണ്. ആ അടയാളം കാണുമ്പോൾ ഓടി രക്ഷപ്പെട്ടുകൊള്ളണം. എങ്ങോട്ട്? മലമുകളിലേക്ക്. അതെന്താന്ന് വെച്ചാൽ AD 64 മുതൽ 70 വരെ, ശരിക്കും കേൾക്കണം, AD 64 മുതൽ 70 വരെ ജൂയിഷ് വാറാണ്. യഹൂദന്മാരും റോമാക്കാരും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ആ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൻ്റെ ഒടുവിൽ യഹൂദന്മാരെ അമർച്ച ചെയ്യാൻ വേണ്ടി റോമൻ പട്ടാളം, അനേകം പട്ടാളക്കാർ മാർച്ച് ചെയ്ത് നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. AD 70 അടുക്കുമ്പോൾ നഗരത്തിലേക്ക് യൂദയായ മുഴുവൻ നശിപ്പിക്കാനുള്ള തീരുമാനവുമായി റോമൻ പട്ടാളം ഇരച്ചു കയറുകയാണ്. കയറുമ്പോൾ അവരുടെ കയ്യിൽ അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇതാണ് ഈശോ പ്രവചിക്കുന്നത്. ആ വിഗ്രഹങ്ങളുമായി അവർ വിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈശോ പറയുകയാണ്, ഇത് അടയാളമാണ്. എന്തിനുള്ള അടയാളം? ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ, യേശുവിൽ വിശ്വസിക്കുന്നവർ ഇത് കണ്ട് മനസ്സിലാക്കിക്കോണം.
ഓടാനുള്ള അടയാളമാണ്. അപ്പോൾ നിങ്ങൾ ഓടിക്കോണം. കാരണം ഇനി നിന്നാൽ നഗരം കത്തിച്ചാമ്പലാക്കപ്പെടും, ദേവാലയം നശിപ്പിക്കപ്പെടും, നിങ്ങൾ കൊല്ലപ്പെടും. ജെറുസലേമിൻ്റെ നാശത്തോടനുബന്ധിച്ച് ഇമ്മീഡിയറ്റായിട്ട് ഈശോ തന്ന അടയാളമാണ് വിനാശത്തിൻ്റെ അശുദ്ധ വിഗ്രഹങ്ങളുമായി റോമൻ പട്ടാളം നടന്നു വരുന്നത് കാണുമ്പോൾ അടയാളമാണ് ഓടിക്കോണം. മനസ്സിലായോ? അപ്പോൾ ഈശോ പറയുകയാണ്, വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ, മലമുകളിലേക്ക് ഓടിപ്പൊക്കോണം. പുരമുകളിലായിരിക്കുന്നവർ താഴെ ഇറങ്ങുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ അകത്ത് പ്രവേശിക്കുകയോ അരുത് എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് തന്നെ ചാടി ഓടിക്കോണം. വീടിനകത്തോട്ട് ഇറങ്ങി എന്തെങ്കിലും എടുത്തിട്ട് ഓടാമെന്ന് വിചാരിക്കരുത്, സമയം കിട്ടില്ല. കാരണം അതിനിടയ്ക്ക് ഈ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണവുമായിട്ട് പട്ടാളം വരുന്നതിനും നശിപ്പിക്കപ്പെടുന്നതിനിടയ്ക്ക് ഗ്യാപ്പില്ല, ഓടിക്കോണം. ഇപ്പം മേളിൽ ടെറസിൻ്റെ മേളിൽ ഒരാൾ നിൽക്കുകയാണ്, ഇനി വീട്ടിലിറങ്ങി ഷർട്ട് ഇടാൻ നിൽക്കാമെന്ന് വെച്ചോ, ഉടുപ്പെടുത്തോണ്ട് ഓടാമെന്ന് വിചാരിച്ച് ഉടുപ്പെടുക്കാൻ വീടിനകത്തോട്ട് ഇറങ്ങരുത്, ഓടിക്കോണം. മേളിൽ തന്നെ ചാടി ഓടിക്കോണം. അങ്ങനെ അതാണ് ഉദ്ദേശിക്കുന്നത്. പുരമുകളിലായിരിക്കുന്നവൻ താഴെ ഇറങ്ങുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ അകത്ത് പ്രവേശിക്കരുത്. വയലിലായിരിക്കുന്നവൻ മേലങ്കി എടുക്കാൻ പിന്തിരിയരുത്. അതായത് മേലങ്കി ഊരി വെച്ചിട്ടല്ലേ വയലിലേക്ക് ഇറങ്ങിയത്, അത് എടുത്തിട്ട് ഓടാന്ന് പറയരുത്, ഓടിക്കോണം. കർത്താവ് പറയാണ്. എന്നിട്ട് പറയാണ് ആ ദിവസങ്ങളിൽ ഓക്കെ. അപ്പോൾ ഈശോ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നത് കൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ പട്ടാളക്കാർ ഇരച്ചു വന്നപ്പോൾ അവരുടെ കയ്യിൽ വിജാതീയരുടെ വിഗ്രഹങ്ങൾ കണ്ടപ്പോൾ ക്രിസ്ത്യാനികൾക്ക് പെട്ടെന്ന് പിടികിട്ടി ഇത് ഈശോ പറഞ്ഞതാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ കൂട്ടത്തോടെ ജോർദാൻ നദി കടന്ന് പെല്ല എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു മലമ്പ്രദേശത്ത് തമ്പടിച്ചു. ക്രിസ്ത്യാനികളെല്ലാം ഓടിപ്പോയി. അതുകൊണ്ട് ചരിത്രം പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്ത്യാനികൾ ആരും തന്നെ കൊല്ലപ്പെട്ടില്ല. ഈ ജെറുസലേം നശിപ്പിക്കപ്പെട്ട സമയത്ത് റോമൻ പട്ടാളക്കാരാൽ ക്രിസ്ത്യാനികളിൽ ആരും തന്നെ കൊല്ലപ്പെട്ടില്ല. കാരണം എന്താണ്? അവർ ഈശോ പറഞ്ഞ് ഈ വചനം ശ്രദ്ധിച്ച് കാത്തിരുന്നത് കൊണ്ട് അവർ പെല്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ജോർദാൻ നദി കടന്ന് പെല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മലമ്പ്രദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. 97,000 യഹൂദന്മാർ കൊല്ലപ്പെട്ടു. 97,000 യഹൂദന്മാർ തടവ് പുള്ളികളായിട്ട് പിടിച്ചു കൊണ്ടുപോകപ്പെട്ടു, തടവുകാരായിട്ട് പിടിച്ചുകൊണ്ടുപോയി. അത് ഏതാണ്ട് 1,00,000 പേരെ, 1,00,000 യഹൂദന്മാരെ തടവുകാരായിട്ട് പിടിച്ചുകൊണ്ടുപോയി. 11,00,000 യഹൂദന്മാർ കൊല്ലപ്പെട്ടു. AD 70 ജെറുസലേമിൻ്റെ നാശത്തിൽ, ദേവാലയ നാശത്തിൽ റോമൻ പട്ടാളം 11,00,000 യഹൂദന്മാരെ കൊന്നു, 1,00,000 പേരെ തടവുകാരായിട്ട് കൊണ്ടുപോയി. പക്ഷേ ചരിത്രം പറയുന്നു ഒറ്റ ക്രിസ്ത്യാനി പോലും കൊല്ലപ്പെട്ടില്ല. എന്തുകൊണ്ട്? ഈശോ പറഞ്ഞ വചനം അവർ മനസ്സിലാക്കിയിരുന്നു. ഇതാണ് ബൈബിൾ സ്റ്റഡിയുടെ വില. അതുകൊണ്ട് ദൈവവചനം മനസ്സിലാക്കിയിരുന്നാലുള്ള ഗുണം ഇതാണ്. ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നു. എന്തെങ്കിലും ആരെങ്കിലും അവിടെ ഇവിടെയും പറയുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരാൾ പറയുന്നു ഇതാണ് അടയാളം, വേറൊരാൾ പറയുന്നു ഇതാണ് അടയാളം. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒത്തിരി പറയുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. നമുക്ക് വ്യക്തതയുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ സൂചനകളുണ്ട്. ആ സൂചന നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് അന്ത്യം സമാഗതമാവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അന്ത്യകാലത്തിൻ്റെ അടയാളമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കർത്താവ് പറയാണ് ഈ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ, യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ രണ്ടാം വരവിൻ്റെ ലക്ഷണങ്ങൾ അങ്ങ് മനസ്സിലാക്കി തന്നത് ഗൗരവമായി വായിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും തിരിച്ചറിയാനും അതനുസരിച്ച് ജാഗ്രതയോടെ ജീവിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.